ഹലോ ഗൈസ്, എല്ലാവർക്കും മമ്മൂസ് വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് ഗൈസ്, എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും കണ്ടല്ലോ. ഞാൻ ചുമ്മാ ഒന്ന് എടുത്തു നോക്കിയതാണ് ഡേ ഇൻ മൈ ലൈഫ് പോലെ. പക്ഷേ ഫില്ല് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം രാവിലെ എണീറ്റിട്ടുള്ള ആ തത്രപ്പാടിലൊന്നും നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ അതാ ഈവനിങ് ആയി. എൻ്റെ മുടിയൊക്കെ എന്തെങ്ങനെയെന്ന് എല്ലാവരും നോക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, വൈകിട്ട് വന്നു, കുളി കഴിഞ്ഞു, നന്നായി തൊഴുതി, നന്നായി പ്രാർത്ഥിച്ചു. ദൈവമേ കൈതൊഴാൻ കാക്കുമാറാകണേ. ഡെയിലി എന്നും അങ്ങനെ തന്നെയാണ് ഗൈസ്, പ്രാർത്ഥനയാണല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ്, എൻ്റെ വീഡിയോസൊക്കെ പരമാവധി എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്നുമില്ല ഗൈസ്, ഞാൻ വെറുതെ ചുമ്മാ ഇരുന്നപ്പോൾ ഈവനിങ് വന്ന് ഇതാ കുളിയൊക്കെ കഴിഞ്ഞു. കറിയൊന്നും പ്രത്യേകിച്ച് വൈകിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല, എല്ലാം രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒന്ന് ചൂടാക്കി. അപ്പോൾ ഞാൻ വന്നിരുന്നത് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സീരിയൽ എനിക്ക് ഒന്നും അങ്ങോട്ട് സെറ്റാവണില്ല. ഗീതാ ഗോവിന്ദം അതൊന്നും ഒരു രസമില്ല ഗൈസ്. സീരിയൽ ആദ്യമൊക്കെ നല്ല രസം തോന്നി, പിന്നെ അതൊരു ഇങ്ങനെ ചളിയായിപ്പോയി. സീരിയൽ ഒരു ഗുമ്മില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് അറിയാം, സാന്ത്വനം സീരിയലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ 2 വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കാം, ഞാനിപ്പോൾ അടിച്ചേ ഉള്ളൂ. നെയിൽ കുറച്ച് കൂടുതലായോ എന്നൊരു ഡൗട്ട്. കുറച്ച് കട്ട് ചെയ്യണം അല്ലേ, കുറച്ച് കട്ട് ചെയ്യണം. എൻ്റെ അച്ഛന് തീരെ ഇഷ്ടമല്ല ഈ നെയിൽ വളർത്തുന്നത്. എപ്പോഴും പറയും, എന്നെ കണ്ടാൽ പറയും, എന്നെ അച്ഛൻ മുട്ടയെന്നാണ് വിളിക്കുക, മുട്ടയെ ഈ നെയിലൊന്ന് കട്ട് ചെയ്യുന്നു. പക്ഷെ ഞാനത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ 10ാം ക്ലാസ് മുതൽ ഇത് വളർത്തും. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഇത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് വളർത്തും, അപ്പോൾ അത് പൊട്ടിപ്പോവും. ഇപ്പോഴാണ് ഇതൊന്ന് സെറ്റ് ചെയ്ത്. ഇപ്പോൾ നല്ല ബലമാണിത്. ഇതുകൊണ്ടില്ലേ, ഇങ്ങനെ ആദ്യമൊക്കെ എൻ്റെ ഇങ്ങനെ വളയുമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ വളർത്തിയിട്ട് നല്ല ഹാർഡായി. അപ്പോൾ പിന്നെ അതിങ്ങനെ കുഴപ്പമില്ല. നമുക്ക് ഒരുപാട് ദേഷ്യമൊക്കെ വരുമ്പോൾ നുള്ളാനും മാന്താനൊക്കെ സെറ്റാണ്. കുട്ടികൾക്കാണ് ഒരു ബുദ്ധിമുട്ട്. ഞാൻ പക്ഷേ അവരുടെ ഈ നഖം കൊണ്ട് ഇങ്ങനെ നുള്ളണ പരിപാടിയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ദശ വെച്ച് ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഞെരിഞ്ഞ് വിടും ദേഷ്യം വരുന്ന സമയം. പിന്നെ പിന്നെ ഇപ്പോൾ വരാൻ ഒരു റീസൺ എന്താണെന്നറിയോ? കാരണം ഇപ്പോൾ പീരീഡ് സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പെൺകുട്ടികൾക്കാണ് മെയിനായിട്ട്. അല്ല, പെൺകുട്ടികൾക്കാണല്ലോ പീരീഡ് മെയിനായിട്ടൊന്നുമില്ല. പീരീഡ് സമയത്ത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് വയറുവേദന അനുഭവപ്പെടാറില്ല. കൈയും കാലും കടച്ചിലും കാര്യങ്ങളൊക്കെയാണ്. ചില സമയങ്ങളിൽ മാത്രം, ചില മാസങ്ങളിൽ മാത്രമേ എനിക്ക് നല്ല വയറൊക്കെ നല്ല പെയിൻ ആവാറുള്ളൂ. പക്ഷെ അങ്ങനെ ഒരുപാട് നല്ല വേദനയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ സാധാരണഗതിയിൽ അവർ ചെയ്യണത് ടാബ്ലറ്റ് കഴിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് വന്നപ്പോൾ കഴിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് വന്നതാണ്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഉലുവയുണ്ടല്ലോ, ഉലുവ ഇപ്പോൾ ഒരു 3 സ്പൂൺ ഉലുവയാണെങ്കിൽ, 3 സ്പൂൺ പറഞ്ഞാൽ കുഞ്ഞു സ്പൂണല്ല, കുറച്ച് നിറയെ വലിയ സ്പൂൺ എടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്യുക. വെറുതെ ഫ്രൈ പാനിൽ ജസ്റ്റ് ഓയിലോ വെള്ളമോ ഒന്നുമില്ലാതെ ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഒരു കറുപ്പായതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം, കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം, 3 സ്പൂൺ നല്ല വലിയ സ്പൂൺ 3 സ്പൂൺ ഉലുവയ്ക്ക് 1 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് നന്നായി തിളപ്പിച്ച് ആ ഉലുവ വറുത്തയിലിട്ടിട്ട് തിളപ്പിച്ച് അത് 1/4 ഗ്ലാസ് ആക്കാം. 1 ഗ്ലാസ് വെള്ളത്തിന് കറക്റ്റ് 1/4 ഗ്ലാസ് ആക്കണം. അതായത് ഇത്ര 1 ഗ്ലാസ് ഇതാണ് 1 ഗ്ലാസ് എങ്കിൽ അതിൻ്റെ 1/4 ഗ്ലാസ് പറഞ്ഞതാ ഇത്ര ആക്കണം. തിളപ്പിച്ച് കുറുകി നല്ല കശപ്പ് നന്നായി ഇറങ്ങും, ആ ഉലുവൻ്റെ അപ്പോൾ അതിൻ്റെ കശപ്പ് നന്നായി ഇറങ്ങും. ആ വെള്ളം കുടിച്ചിട്ട് 1 മണിക്കൂർ തികച്ചൊന്നും ആവണ്ട. എങ്ങനെ വേദന പോകണ്ടെന്നറിയോ? ഞാൻ വെറുതെ ചെയ്ത് നോക്കിയതാണ്. എനിക്കത് അമ്മയാണ് പറഞ്ഞു തന്നത്, മുട്ടയെ നീ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കി. വയറുവേദനയൊന്നും ഇല്ല ഗൈസ്, അത് അങ്ങനെ പോയി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പീരീഡ് സമയത്ത് ഇങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പറ്റില്ല, ഇനിയിപ്പോൾ തിളച്ചു 2-3 തിളച്ചിട്ട് നിങ്ങൾ ഓഫാക്കിയ വെള്ളം കുടിച്ചിട്ട് ഒരു കാര്യമില്ല. ആ 1 ഗ്ലാസ് വെള്ളം കറക്റ്റ് 1/4 ഗ്ലാസ് വെള്ളം ആവണ വരെ തിളച്ച് വറ്റന്നെ വേണം. വറ്റിയതിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് നന്നായി ആ വെള്ളം നന്നായി ഇങ്ങനെ ആ ഉലുവനെ അരിപ്പിയിൽ ഇങ്ങനെ നന്നായി ആക്കിയിട്ട് കുടിക്കണം. ഉറപ്പായാലും നിങ്ങൾക്ക് റിസൾട്ട് പക്കയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് ഒന്ന് കമൻ്റ് ഇട്ടാലും മതി.
എന്തായാലും ഇതിപ്പോൾ കുറേ ആൾക്കാരിൽ എത്തുന്ന സമയം എടുക്കുമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതൊക്കെ കാണുന്നത് ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് റിസൾട്ട് പറയണം. കാരണം നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പോൾ ഞാനിതിങ്ങനെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പീരീഡ്സിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അത് ഓർമ്മ വരാൻ കാരണമുണ്ട്. ഞാൻ ടി വിയിൽ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മളുടെ സ്റ്റേ ഫ്രീൻ്റെ പരസ്യം കണ്ടു. അപ്പോഴാണ് ഞാനത് ആലോചിച്ചത് ഗൈസ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ ഇന്നിവിടെ മഴയൊന്നുമില്ല. പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? എന്തല്ലേ വെറുതെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയൊരു കുഞ്ഞു ടോക്കിംഗ് വീഡിയോ ആണ്. ടോക്കിസ്റ്റ് വീഡിയോ. അയ്യോ ടോക്കിസ്റ്റ് അല്ല, കുഞ്ഞതായി ഒന്ന് സംസാരിക്കാൻ വന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ടാറ്റാ, ബൈ ബൈ.